തണുപ്പായാലും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോയില്ലേ ഒരു സുഖവുമില്ല. പണ്ട് എന്റെ എലിക്കുട്ടി ഉണ്ടായിരുന്ന കാലത്ത് മക്കളുടെ കയ്യും പിടിച്ച് പള്ളിയിൽ പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ എത്ര മാറിപ്പോയിരിക്കുന്നു. എന്റെ മത്തായി എന്നെ കയറിക്കൊണ്ട് നടന്നിരുന്നവനാ. ഇപ്പൊ അവന്റെ മൂത്തവനങ്ങ് അമേരിക്കയിലും ഇളയവളേതോ അറബിയും കെട്ടി അങ്ങ് ദുബായിലും. ഇപ്പൊ അവന് പള്ളിയും വേണ്ട പട്ടക്കാരെയും വേണ്ടെന്നായി. എടാ മത്തായിയെ, നാളെ ക്രിസ്മസ് അല്ലയോ? ഇന്നേലും നിനക്കൊന്ന് പള്ളി പൊക്കിയൂടെ? അല്ലേലും എനിക്കറിയാം നീയൊന്നും വരത്തില്ലെന്ന്. ഞാൻ ഇറങ്ങുവാ. അതിര കുർബാനയ്ക്ക് മുമ്പേ വരത്തുള്ളൂ. ഇതിയാണിത് എവിടെ പോയി കിടക്കുവാണോ ആവോ? നാളെ ക്രിസ്മസ് ആണെന്നോ സണ്ണിക്കുട്ടി അങ്ങ് അമേരിക്കയിൽ നിന്നും റോസ്മോളങ്ങ് ദുബായിൽ നിന്നും വരുന്നെന്നും ഇതിയാണ് ഒരു വിവരവുമില്ല. ഇവിടുത്തെ പണി മുഴുവൻ ഞാൻ തന്നെ ചെയ്യണം. പണ്ട് തെങ്ങേ കയറി നടന്ന മനുഷ്യനാ, ഇപ്പൊ പൊങ്ങച്ചത്തിന് മാത്രം ഒരു കുറവുമില്ല. അയ്യോ, ഇത് പറഞ്ഞപ്പോഴാ ഓർത്തെ. ഹലോ, ഇത് മിസ്റ്റർ സുലോചന തകമ്പനല്ലേ? ഇത് ലില്ലിക്കുട്ടിയായിരുന്നേ. എന്നാ ഉണ്ട് വിശേഷമൊക്കെ? അവിടെ പുൽക്കൂടിന്റെ പണിയൊക്കെ കഴിഞ്ഞാന്നേ? ഇവിടെയോ? അയ്യോ, ഇവിടെ കഴിഞ്ഞോണം മോൻ സണ്ണിക്കുട്ടി അമേരിക്കൻ ഒരു ഫൈബറിന്റെ ഗ്രിപ്പ് ഉണ്ടായിരുന്നേ. അതുകൊണ്ട് വേഗം അങ്ങ് തീർന്നേ. അതെ, ഞാനൊരു കാര്യം പറയാനാണ് വിളിച്ചത്. ഇത്തോടെ ഞാനും അച്ചാടും കൂടെ അമേരിക്കക്ക് പോവാന്നേ പറഞ്ഞായിരുന്നല്ലേ? ശരിയെന്നേ, തിരക്കാണേ. നിത്യാനിത് അവിടെ പോയി കിടക്കുവാണോ? എന്റെ മനുഷ്യനെ രാവിലെ മുതൽ ഇങ്ങനെ കമ്പം കിടക്കി ആകാശത്തോട്ട് പുകയാൻ വിട്ടോണ്ട് നടന്നാ മതി. വീട്ടിലെ പണിയെല്ലാം ഞാൻ തന്നെ ചെയ്യണം. പ്രായത്തിന് പറ്റിയ കോപ്രായങ്ങളൊക്കെ കാണിക്കണേ. അമേരിക്കയിലേക്ക് പോവല്ലേ സണ്ണിക്കുട്ടി വന്ന? എന്നാലും എന്റെ അച്ചായ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ സണ്ണിക്കുട്ടി എങ്ങാനും നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ? നമ്മൾ എന്നാ ചെയ്യും? നിങ്ങളുടെ പഴയ പണി തെങ്ങൊക്കെ തുടങ്ങേണ്ടി വരും. ആന കൊടുത്താലും കിളിയ ആശ കൊടുക്കരുത്. അച്ചായോ, നമ്മുടെ സണ്ണിക്കുട്ടി അവളുടെ മാതാവിനെ ചേച്ചി കൊച്ചു മരുന്നുണ്ട് കേട്ടോ. കാര്യം പറഞ്ഞോട്ടെ, എനിക്ക് തൊട്ടുപിടിച്ചുള്ള കാര്യമൊന്നും ഇഷ്ടമല്ല. മോനെ സണ്ണിക്കുട്ടി, അവർക്ക് ബൂസ്റ്റാണ് ഹോർലിക്സ് ആണ് വേണ്ടത്? അതിന്റെ ഇടയ്ക്ക് അതിയാനൊരു ബാറ്റ് ബാൻഡ്. അയ്യോ മോനെ സണ്ണിക്കുട്ടിയെ, എടാ മോനെ, നീ തവണ അവിടെ നിന്നപ്പോ പൊതിയൊന്നും കൊണ്ടുവന്നില്ലടാവേ. അതിപ്പം അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടേ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. എല്ലാം കൂടി വരും കപ്പലെ കൊടുത്തിട്ടേക്കുവാ.
മോനെ സണ്ണിക്കുട്ടി, മോനെ സണ്ണിക്കുട്ടി. അയ്യോ എന്താ അല്ല, നിന്റെ കമ്പ്യൂട്ടറിന്റെ പണിയൊക്കെ നന്നായിട്ട് പോകുന്നല്ലോ അല്ലേ? അപ്പൊ ഈ തവണക്കെ അപ്പാപ്പനെ എവിടെയെങ്കിലും ആക്കിയിട്ട് വേണം നമുക്ക് എനിക്ക് അമേരിക്കാൻ അമേരിക്കക്ക് വരാനായിട്ട്. നീ മറ്റേ കാർഡൊക്കെ കൊണ്ടുവന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ ഈ അമേരിക്കയിലെ ഇപ്പൊ ഭയങ്കര ഔട്ട്സോഴ്സിംഗ് ആണ്, ഒരു രക്ഷയില്ല. നീ ഹൗസ് ബോട്ടിൽ കയറി അങ്ങോട്ട് പോയിന്ന്? ഹൗസ് ബോട്ട് അല്ല, ഔട്ട്സോഴ്സ്. ഔട്ട്സോഴ്സ് പറഞ്ഞാൽ ഈ ഔട്ട്സോഴ്സ് ഒക്കെ എങ്ങനെയാ ഞാനിപ്പോ പറഞ്ഞ് മനസ്സിലാക്കുന്നത്? അപ്പൊ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാലേ, പണ്ടത്തെ പോലെ അപ്പച്ചൻ നമ്മുടെ മാധവന്റെ തെങ്ങ കയറാൻ പോയി. അപ്പച്ചൻ തെങ്ങിന്റെ മുകളിൽ നോക്കുമ്പോ എന്നാ കാണുന്നത്? തേങ്ങ അല്ലെന്ന്, തേങ്ങ അല്ല. അപ്പച്ചൻ തെങ്ങിന്റെ മുകളിൽ നോക്കുമ്പോ അവിടെ അപ്പച്ചന് പകരം വേർതിരിക്കുന്ന ഒരു ബംഗാളി. കാരണം എന്നാ? അപ്പച്ചൻ 500 രൂപയ്ക്ക് ചെയ്യുന്ന പടി അവൻ 50 രൂപയ്ക്ക് ഞെറിച്ചു പോകുന്നു. അപ്പൊ പിന്നെ ഇത് തന്നെയാ എനിക്ക് അമേരിക്കയിൽ സംഭവിച്ചത്. ഇപ്പൊ പണിയെല്ലാം ഇങ്ങനെ ഇന്ത്യയിലല്ലേ, ഔട്ട്സോഴ്സിങ്. അപ്പൊ നിന്റെ പണി പോയി. അമേരിക്കക്കാരൊരാറ്റം പണിയും തന്നു. ഇനി ഇവക്ക് ചെലവിന് ഞാൻ കൊടുക്കണമല്ലോ. മോളെ മോളെ ഇങ്ങ് വന്നേ മോളെ, വന്നേ മോളെ. ഇത് ചൂല ചൂല ഒന്നുമില്ല, അവളി നീ ഇവിടെ കഴിയാണല്ലോ, പണിയൊക്കെ ഒന്ന് പഠിക്കടാ. കുറുക്കൻ ചത്താല് കണ്ട കോഴിക്കുട്ടി തന്നെയാണ് കേട്ടോ. കേട്ടുമോളെ, ഇതൊക്കെ കഴിയുമ്പോ അകത്ത് കുറച്ച് തുണി കിടപ്പുണ്ട് കേട്ടോ. തുണി 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 അലക്കണം അലക്കണം. തലമുടി കിടപ്പ് കേടാ ചെയ്തായി പോയി കേട്ടോ. നമ്മളെ പ്രതീക്ഷയില്ലാത്ത അച്ചായോ നമ്മുടെ മോളിൽ അവിടെ കിട്ടിയ ശേഖരം കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം മോളെ? അടിപൊളി ഡ്രസ്സാണല്ലോ. അത്രയും ഭാഗത്ത് വൃത്തികേട് മാറി കിട്ടി. മിണ്ടാണ് കേട്ടോ. മോളെ, നീ എന്തോ പുതിയ ബിസിനസ്സിലേക്ക് കടന്നു എന്ന് പറയുന്നത് കേട്ടല്ലോ. എന്നാ പരിപാടി? അതിങ്ങനെ നിരത്തി വെക്കും. പിന്നെ ഫിഷ് ബോട്ട്. വലിയ എന്താ ഇമ്പോർട്ടിന്റെ എക്സ്പോർട്ടിന്റെ പരിപാടിയാണ്. വലിയ അളവാണ്. പിന്നെ വലിയ ഫിഷ് നിരത്തി വെക്കും. വലിയ വലിയ കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്യും. അപ്പൊ നിനക്ക് അവിടെ മീൻ കച്ചവടാണ് പണി. സാരമില്ല ലില്ലേ, സാരമില്ല. നമുക്കുള്ളത് വെച്ചങ്ങ് ആഘോഷിക്കാം. ഏതായാലും ക്രിസ്തുമസിന്റെ തലേ ദിവസം വൈകുന്നേരമൊക്കെ ആയല്ലോ. അപ്പൊ നമുക്കൊന്ന് ആഘോഷിച്ച് കളയാം. മോനെ സണ്ണിക്കുട്ടി, ഏതായാലും ക്രിസ്തുമസിന്റെ തലേ ദിവസം വൈകുന്നേരമൊക്കെ ആയല്ലോ, നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? അപ്പൊ ഇപ്രാവശ്യം കഴിഞ്ഞ ആഘോഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ അമേരിക്കയിൽ നിന്ന് ഒരു ഇമ്പോർട്ടന്റ് ഐറ്റം ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗോപി. ഗോപി. ഇവനാണോ വല്ല തുള്ളപ്പനി ഉണ്ടോ? എടാ, ഇതാ രാഘവചേട്ടന്റെ തട്ടുകടയിൽ ദോശ മറിച്ചിടുന്ന ഗോവിച്ചേർക്കല്ലേടാ. അച്ഛായ, ഈ ദോശ ചുടുന്നത് ഇങ്ങനെ, DJ എന്ന് പറയുമ്പോ ഇങ്ങനെ. ഏതായാലും നമുക്ക് ആഘോഷങ്ങൾ തുടങ്ങിക്കളയാം. ശരിയാ. ഇങ്ങനെ വരൂ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158 159 1
ഞാൻ വരുന്ന വഴിയിൽ നിങ്ങളുടെ തൊഴുത്തിൽ നിന്ന് എനിക്കൊരു ഉണ്ണിയേശുവെ കിട്ടി. ഇത് നിങ്ങളുടേതാണോ? ലില്ലിക്കുട്ടി, പോയി നമ്മുടെ പുൽക്കുട്ടി നോക്കൂ, ഉണ്ണിയേശു ഉണ്ടോ എന്ന്. നമ്മുടെ ഉണ്ണീശോ കാണാനില്ല. അയ്യോ, നമ്മുടെ ഉണ്ണീശോ അല്ലേ? നമ്മുടെ ഉണ്ണീശു അല്ലേ? മക്കളെ, മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ് ഉണ്ണിയേശു പറക്കുന്നത്. മലിനമായ ഹൃദയങ്ങളെക്കാളും അവനിഷ്ടം അവന്റെ പഴയ കാലിത്തൊഴുത്ത് തന്നെയാണ്. പാതിരാ കുർബാനയ്ക്കുള്ള സമയമായി. ഞാൻ ഇറങ്ങുക, നിങ്ങളും വരുന്നോ? ഇനിയെങ്കിലും ഒരു മാറ്റത്തിനുള്ള സമയമായില്ലേ?